ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇടയൻ ഗോസ്ബൽ മിനിസ്റ്റേഴ്സിന്റെ കീഴിൽ കർത്തൃസേവനം അനുഷ്ഠിക്കുന്ന ബ്രദർ ജോസഫ് അപ്പലോസ് തന്റെ ആത്മീയ നേതൃത്വത്തിൽ നിങ്ങൾക്കായി ഒരുക്കുന്നു സ്നേഹ ഇടയൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് വാഗ്ദത്തം അരുളിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇടയൻ ഗോസ്ബൽ മീഡിയ വിഷൻ ഒരുക്കുന്ന സ്നേഹ ഇടയൻ എന്ന ആത്മീയ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ലോക ജീവിതത്തിൽ കൂരിരുൾ പാതയിൽ കൂടെ നടക്കേണ്ടതായ അവസ്ഥകൾ നമുക്ക് വന്നാലും ഒത്തൊരുമിച്ച് സന്തോഷിച്ച് ആയിരിക്കുന്ന വേളകളിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് തള്ളപ്പെടുമ്പോൾ, ഒത്തിരി വേദനകൾ അനുഭവിക്കുമ്പോൾ നമ്മെ മാർബോട് ചേർത്തണയ്ക്കുന്ന ഒരു യേശുവുണ്ട്, ഒരു നല്ല ഇടയനുണ്ട് എന്ന് അർത്ഥമുള്ളതായ ഒരു അനുഗ്രഹീത ഗാനം മിസ് റേച്ചൽ ഫിലിപ്പ് നിങ്ങൾക്കായി ആലപിക്കുന്നു. തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങൾ നാം ആഗ്രഹിക്കുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ നാം ദൈവത്തോട് പരാതികൾ പറയാറുണ്ട്. അങ്ങനെ പരാതികൾ പറഞ്ഞ രണ്ട് വിഷയങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ബ്രദർ അലക്സ് സാലേം ഖത്തറിൽ നിന്ന് നിങ്ങളോട് പ്രഭാഷിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടുകൂടെ ശ്രവിക്കുവാൻ സ്നേഹപൂർവം ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. പച്ചയായ പുൽപ്പുറങ്ങൾ തേടി എന്നെ തീട്ടിടുന്ന എന്റെ ദൈവം നല്ല ഇടയൻ. പച്ചയായ പുൽപ്പുറങ്ങൾ തേടി എന്നെ തീട്ടിടുന്ന എന്റെ ദൈവം നല്ല ഇടയൻ. ഘോരമാം വനാന്തരങ്ങൾ താണ്ടി ഞാൻ തളർന്നിടുമ്പോൾ ഉള്ളിൽ ഏറ്റിക്കൊണ്ടുപോകും എന്റെ ഇടയൻ. ഘോരമാം വനാന്തരങ്ങൾ താണ്ടി ഞാൻ തളർന്നിടുമ്പോൾ ഉള്ളിൽ ഏറ്റിക്കൊണ്ടുപോകും എന്റെ ഇടയൻ. പച്ചയായ പുൽപ്പുറങ്ങൾ തേടി എന്നെ തീട്ടിടുന്ന എന്റെ ദൈവം നല്ല ഇടയൻ. കൂട്ടം തെറ്റി ഞാൻ അലഞ്ഞു കാട്ടിലൂടെ യാത്ര ചെയ്യും നേരമെല്ലാം എന്നെ തേടും നല്ല ഇടയൻ. കൂട്ടം തെറ്റി ഞാൻ അലഞ്ഞു കാട്ടിലൂടെ യാത്ര ചെയ്യും നേരമെല്ലാം എന്നെ തേടും നല്ല ഇടയൻ. കാട്ടു ചെന്നായി കൂട്ടമായി നോട്ടം വെക്കും നേരത്തന്നെ ചേർത്തണച്ചു കാത്തിടുന്ന നല്ല ഇടയൻ. കാട്ടു ചെന്നായി കൂട്ടമായി നോട്ടം വെക്കും നേരത്തന്നെ ചേർത്തണച്ചു കാത്തിടുന്ന നല്ല ഇടയൻ. പച്ചയായ പുൽപ്പുറങ്ങൾ തേടി എന്നെ തീട്ടിടുന്ന എന്റെ ദൈവം നല്ല ഇടയൻ. പച്ചയായ പുൽപ്പുറങ്ങൾ തേടി എന്നെ തീട്ടിടുന്ന എന്റെ ദൈവം നല്ല ഇടയൻ.
വടിയും കോലും നീട്ടി എന്നെ അക്കരയ്ക്ക് നീരുറവിൻ തോടിലേക്ക് എന്നെ നടത്തും. തൻ കരത്തിൻ വടിയും കോലും നീട്ടി എന്നെ അക്കരയ്ക്ക് നീരുറവിൻ തോടിലേക്ക് എന്നെ നടത്തും. പച്ചയായ പുൽപ്പുറങ്ങൾ തേടി എന്നെ തീട്ടിടുന്ന എന്റെ ദൈവം നല്ല ഇടയൻ. പച്ചയായ പുൽപ്പുറങ്ങൾ തേടി എന്നെ തീട്ടിടുന്ന എന്റെ ദൈവം നല്ല ഇടയൻ. ഉന്നം വെച്ച വൈരികളിൽ കണ്ണിൻ മുൻപ് തന്നെ എന്നെ ഉന്നതമായി പോഷിപ്പിക്കും എന്റെ ഇടയൻ. ഉന്നം വെച്ച വൈരികളിൽ കണ്ണിൻ മുൻപ് തന്നെ എന്നെ ഉന്നതമായി പോഷിപ്പിക്കും എന്റെ ഇടയൻ. ഈ മരുവിൻ യാത്രയിൽ ഞാൻ താലടിയായി തീർന്നിടാതെ നന്മയാൽ നടത്തിടുന്ന നല്ല ഇടയൻ. ഈ മരുവിൻ യാത്രയിൽ ഞാൻ താലടിയായി തീർന്നിടാതെ നന്മയാൽ നടത്തിടുന്ന നല്ല ഇടയൻ. പച്ചയായ പുൽപ്പുറങ്ങൾ തേടി എന്നെ തീട്ടിടുന്ന എന്റെ ദൈവം നല്ല ഇടയൻ. ഘോരമാം വനാന്തരങ്ങൾ താണ്ടി ഞാൻ തളർന്നിടുമ്പോൾ തോളിൽ ഏറ്റി കൊണ്ടുപോകും എന്റെ ഇടയൻ. ഘോരമാം വനാന്തരങ്ങൾ താണ്ടി ഞാൻ തളർന്നിടുമ്പോൾ തോളിൽ ഏറ്റി കൊണ്ടുപോകും എന്റെ ഇടയൻ. പച്ചയായ പുൽപ്പുറങ്ങൾ തേടി എന്നെ തീട്ടിടുന്ന എന്റെ ദൈവം നല്ല ഇടയൻ. പച്ചയായ പുൽപ്പുറങ്ങൾ തേടി എന്നെ തീട്ടിടുന്ന എന്റെ ദൈവം നല്ല ഇടയൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇടയൻ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ ഭാഗമായി ഈ ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെ നാൾതോറും ജയോത്സവമായി നടത്തുന്ന ഒരു നല്ല കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു നല്ല കർത്താവ്, എത്രയോ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ചോദിക്കാത്ത കാര്യങ്ങൾ പോലും ദൈവം നമുക്ക് തന്നു. പലപ്പോഴും നാം ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് കാലം പ്രാർത്ഥിച്ച് മറന്നുപോയ വിഷയങ്ങളുണ്ട്. അതുപോലും ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കൈകളിൽ തന്ന് നമ്മെ അനുഗ്രഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഇനി നാം ചോദിക്കാത്ത കാര്യങ്ങൾ പോലും നമുക്ക് തന്ന് നമ്മെ നടത്തിയ ഒരു നല്ല കർത്താവ്. ഈ ഭൂമിയിൽ ഇങ്ങനെ നന്മകൾ അനുഭവിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെയും ഏറ്റുവാങ്ങി ആ ദൈവത്തിന്റെ നന്മകളെയൊക്കെയും നാം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതൃപ്തിയും ഉണ്ടാകാറുണ്ട്. ചില കാര്യങ്ങളിൽ നമുക്ക് തൃപ്തി വരില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പരാതികളും ഉണ്ടാകാറുണ്ട് ദൈവത്തോട്. നാം ഈ പരാതികളൊക്കെയും പലപ്പോഴും പലരോടും പറയാറുണ്ട്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നതും 2 പരാതികളെ കുറിച്ചാണ്. ഒന്നാമത്തെ പരാതി ഒരു കൂട്ടം ജനം പറഞ്ഞതാണ്. രണ്ടാമത്തെ പരാതി ഒരു വ്യക്തി പറഞ്ഞ പരാതിയാണ്. ഈ ഒരു കൂട്ടം ജനം പറഞ്ഞ പരാതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെ കുറിച്ചാണ് സംസാരിക്കുവാൻ പോകുന്നത്. ഇസ്രായേൽ ജനം. ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിൽ അവരുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പലപ്പോഴും ദൈവത്തോട് അടുത്ത് വരുന്നു. എന്നാൽ പല സമയങ്ങളിലും അവർ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുന്നു, പരാതികൾ പറയുന്നു. അപ്പോ ഇങ്ങനെ അവർ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ ഒരു പരാതി പറയുകയാണ് മോശയോട്. അത് നാം സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും
വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെയോ ഞങ്ങൾക്ക് മന്നയല്ലാതെ വേറൊന്നുമില്ല. അപ്പോ മിസ്രയീമിൽ അവർക്കതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടി. എന്തുകൊണ്ടാണ്? മിസ്രയീമിൽ അവർ അടിമകളായിരുന്നു. അവരെ അടിമകളാക്കി വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അടിമകളാക്കി വച്ചിട്ട് അവർക്ക് പലതും ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രരായി പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവീക വാഗ്ദത്ത ദേശത്തിലേക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ മന്ന എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വില കൊടുക്കണം. ദൈവസന്നിധിയിൽ ആ മന്ന ലഭിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കുറച്ച് വില കൊടുത്താലേ ലഭിക്കുകയുള്ളൂ. എന്നാൽ മിസ്രൈമിലുള്ള ആഹാരം അവിടെ നിന്ന് ലഭിക്കുന്നത് ഫ്രീ ആയിട്ട് കിട്ടും, കാരണം അവിടെ അടിമകളാണ്. ഇവിടെയും ഈ പരാതിക്കും ഒരു ഫലമുണ്ടായി. ഈ മോശ ഇസ്രായേൽ ജനം പറഞ്ഞ പരാതി ദൈവത്തോട് പറഞ്ഞു. ഈ ജനം എന്നോട് ഇറച്ചി ചോദിക്കുന്നു, ഞാൻ ഇവർക്ക് എവിടെ നിന്ന് ഇറച്ചി കൊടുക്കും എന്നൊക്കെ മോശ ദൈവത്തോട് പറയുകയാണ്. അപ്പോ ദൈവം അതിനൊരു ഫലം കൊടുത്തു. 11-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു: എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിന്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. കണ്ടോ? അപ്പോൾ ഇറച്ചി ചോദിച്ചു, ദൈവം ഇറച്ചി കൊടുത്തു. ഈ ലോകത്തിലെ നന്മ ചോദിച്ചു, മന്നയല്ലാത്ത നന്മ ചോദിച്ചു, ഈ ലോകത്തിൽ നിന്നുള്ള നന്മ ചോദിച്ചു. ദൈവം അവർക്ക് കൊടുത്തു. എന്നാൽ അത് കഴിച്ചിറക്കുന്നതിന് മുമ്പ് തന്നെ, അത് അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ ജനം മരിച്ചു വീണു. കണ്ടു? എന്താണ് ഈ ജനം എന്താണ് യഥാർത്ഥത്തിൽ ചോദിച്ചത്? അവർ ചോദിച്ചത് തെറ്റാണോ? ഞങ്ങൾക്ക് ഇറച്ചി കഴിക്കാൻ വേണം, ഞങ്ങളെ ഒരേ ആഹാരം കഴിച്ചു ക്ഷീണിച്ചു പോയി, ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ പരാതി ഇത് തെറ്റാണോ? ആ 11:4 തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും. അപ്പോ ഈ ഇസ്രായേൽ ജനത്തിനോടുകൂടെ മറ്റ് ജാതികളും ഉണ്ടായിരുന്നു. അവരുടെ യാത്രാ മധ്യത്തിൽ കൂടിയവരായിരിക്കാം, ഇനി മിസ്രൈമിൽ നിന്ന് തന്നെ ഇവരോട് കൂടെ ചേർന്നവരായിരിക്കാം, യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നവരായിരിക്കാം. ഇങ്ങനെ ആ സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. അപ്പോ ദുരാഗ്രഹം, അവർ ഗ്രീഡിയായി. ദുരാഗ്രഹം, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും, എന്നാൽ ദുരാഗ്രഹം ഉണ്ടാകരുത്. ഗ്രീഡി ആവാൻ പാടില്ല. നമ്മൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ ദുരാഗ്രഹം എങ്ങനെയാണ് നമുക്കത് വ്യക്തമായിട്ട് അടുത്ത് ഇതിന്റെ അവസാന ഭാഗത്തിൽ കാണാം. 34-ാമത്തെ വാക്യം, 11:34. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടത് കൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹതാവ എന്ന് പേരായി. കണ്ടോ? ദുരാഗ്രഹികളുടെ കൂട്ടം. അതിവിടെ പറയുന്നതേ ഉള്ളൂ ദുരാഗ്രഹികളാണെന്ന്. പക്ഷേ പറയുക മാത്രമല്ല, അതിന് തെളിവുണ്ട്. എവിടെ തെളിവ്? അതായത് കാടയെ ദൈവം കൊണ്ടുവന്നു ഒരു കാറ്റിനാൽ. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. കുറച്ചു പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിന്റെ ചുറ്റിലും ചിക്കി. കണ്ടോ? ഈ അനുഗ്രഹം, അതായത് ദൈവം കൊടുത്ത ഈ നന്മ വന്നപ്പോ ഈ ജനത്തിന്റെ ആ ദുരാഗ്രഹം വെളിപ്പെട്ടു വന്നു. അവര് പോയി അങ്ങ് പിടിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ഒരു നന്മ അവരുടെ കയ്യിൽ ഇങ്ങനെ വരുമ്പോൾ അവരിങ്ങനെ അതിനൊരു തൃപ്തി വരാതെ ഇങ്ങനെ പിടിച്ചു കൂട്ടുകയാണ്. 10 പറ, 15 പറ, 20 പറ, അതായത് ഒരു കണക്കില്ലാതെ തങ്ങൾക്ക് ആവശ്യത്തിലുപരി അവർ ദുരാഗ്രഹികളായിട്ട് ഇങ്ങനെ ശാപം ഏറ്റുവാങ്ങി ദൈവത്തിന്റെ ബാധ പുറപ്പെട്ടു വന്നു. ആ ജനം ആ നന്മ അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ മരുഭൂമിയിൽ പട്ടുപോയി അവരെ അവിടെ കുഴിച്ചിട്ടു. അടുത്ത പരാതി, അതിന്റെ 11-ാമത്തെ വാക്യം, 11:11. മോശയുടെ പരാതി. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചത് എന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെയും ഭാരം എന്റെ മേൽ വച്ചത് എന്ത്?
ഇവിടെ ഒരു വ്യക്തിയുടെ പരാതിയാണ്, മോശയുടെ പരാതി. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഏകനായി ഈ സർവ്വജനത്തെയും വഹിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അത് എനിക്ക് അതിഭാരമാകുന്നു. അപ്പോ മോശ ഇവിടെ പറയുന്നത് തൻ്റെ കപ്പാസിറ്റിയെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ്. ദൈവം അവനെ വിളിച്ചു ആ ജനത്തെ നയിക്കുവാനായിട്ട് അവന് കഴിവുണ്ട്. ദൈവം തൻ്റെ മുമ്പായിട്ട് നടക്കുന്നു, അതുകൊണ്ട് തന്നെ ഈ ജനത്തെ നയിക്കുവാനായിട്ട് കഴിയും. എനിക്ക് ഏകനായിട്ട് ഇവരെ നയിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുന്നു, മോശ ഇവിടെ പറയുന്നു. അപ്പോ ഒരു അധികാരം അവിടെ മോശയുടെ കയ്യിലുണ്ടല്ലേ. അപ്പൊ നമുക്കൊരു അധികാരം ലഭിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. നമുക്കൊരു അധികാരം ലഭിച്ചാൽ ഇപ്പോ ഒരു 10 പേരെ നയിക്കുവാനായിട്ട് ഒരു അധികാരം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 10 പേരെ നയിക്കുവാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ട്, അത് ചെയ്യുവാനായിട്ടുള്ള കഴിവുണ്ട്, നമുക്ക് അവരെ നിയന്ത്രിക്കുവാനായിട്ടുള്ള കഴിവുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ 10 20 20 100 100 200 അങ്ങനെ ഈ നമുക്ക് തന്ന ഈ 10 കൂടി അല്ലെങ്കിൽ നമ്മുടെ ഈ ദൈവസഭ കൂടി 400 500 1000 ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് തനിച്ച് ഈ ജനങ്ങളെ എല്ലാവരെയും മീറ്റ് ചെയ്യുവാനും കാണുവാനും അവരുടെ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കുവാനും കഴിഞ്ഞെന്ന് വരികയില്ല. ഞാൻ തന്നെ അധികാരി, എല്ലാത്തിനും മേലധികാരി ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ ചെയ്യണം, ഞാൻ തന്നെ എന്നൊരു ഭാവം ഇവിടെ മോശയ്ക്ക് ഇല്ല. കണ്ടോ? അപ്പൊ മോശയുടെ പരാതി ഉത്ഭവിച്ചത് തനിക്ക് ദൈവമേ കൃപ തരണമേ. അതാണ് 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെയും ഭാരം എൻ്റെ മേൽ വച്ചതെന്ത്? അതായത് ദൈവമേ എന്നോട് കൃപ തോന്നണമേ. ഞാൻ തന്നെ ഇവിടെ എല്ലാത്തിനും അധികാരി എന്നതല്ല, ഈ ജനത്തെ ഏകനായി നയിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഏകനായി ഇവരുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് എന്നെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കഴിയുന്നില്ല എന്ന് ദൈവത്തോടൊരു തുറന്നു പറച്ചിൽ. ഇത് തെറ്റായിട്ടുള്ള കാര്യമല്ല. ദൈവം നിങ്ങളെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു, ഒരു കാര്യം ചെയ്യുവാനായിട്ട് വിളിച്ചു, നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭംഗിയായിട്ട് ചെയ്യുന്നു, വളരെ ശക്തിയായിട്ട് ചെയ്യുന്നു, അതിൽ നിങ്ങൾ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. മോശ പറഞ്ഞ ഈ പരാതിക്കും ദൈവം ഒരു ഉത്തരം കൊടുത്തു. അതിന്റെ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 17 മുതൽ 25 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും, നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിന്റെ ഭാരം വഹിക്കും. 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നീ ഇസ്രായേൽ മൂപ്പന്മാരിൽ വച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. കണ്ടോ? അപ്പൊ മോശയെ സഹായിക്കുവാനായിട്ട് മറ്റ് 70 പേരെ ദൈവം നിയമിക്കുകയാണ്. ഇനി ദൈവം നിയമിച്ചതിന് ശേഷം മോശയുടെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. നിങ്ങൾക്ക് ഒരു അധികാരമോഹം ഇല്ലാതെ നിസ്വാർത്ഥരായി പ്രവർത്തിക്കുമ്പോൾ ഒരു ആത്മപകർച്ച ഉണ്ടാകും. നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ആത്മപകർച്ച, കുറെ എടുത്ത് ഇങ്ങനെ വിഭാഗിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അധികാരങ്ങൾ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുന്ന ഒരു മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു ആത്മപകർച്ചയും ഉണ്ടാകും. ഇവിടെ മോശയുടെ പരാതി, ദൈവമേ ഈ അധികാരങ്ങളിൽ നിന്ന് കുറച്ചെടുത്ത് മറ്റുള്ളവർക്കും കൊടുക്കണമേ, മറ്റുള്ളവരും ഈ ജനത്തെ നിയന്ത്രിക്കുവാനായിട്ട് കൂട്ടം കൂട്ടമായി 100-നധികാരി 200-നധികാരി 1000-നധികാരി അധികാരികളാക്കി മാറ്റി ഈ ജനത്തെ നേതാക്കന്മാരെ അല്ലെങ്കിൽ അധികാരികളെ വേറെയും നിയമിക്കുവാൻ ദൈവത്തോട് കൃപ ചോദിച്ച മോശ, ആ പരാതിയുടെ ഫലം എന്തായി? തന്നെ സഹായിക്കുവാനായിട്ട് ദൈവം മറ്റ് 70 പേരെ നൽകി. മോശയിൽ നിന്ന് ആത്മാവിനെ എടുത്ത് കുറേശ്ശെ അവരുടെ മേലും പകർന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നാം കണ്ടു 2 പരാതികൾ. ഇസ്രായേൽ ജനത്തിന്റെ പരാതി, ദുരാഗ്രഹത്തിൽ നിന്ന് ഉത്ഭവിച്ച പരാതി, അതവരുടെ നാശത്തിന് കാരണമായി തീർന്നു, ബാധയ്ക്ക് കാരണമായി തീർന്നു. എന്നാൽ മോശയുടെ പരാതി
നിസ്വാർത്ഥതയിൽ നിന്നുണ്ടായ പരാതി, അധികാരമോഹമില്ലാത്ത പരാതി, ഞാൻ എന്ന ചിന്തയല്ല, മറ്റുള്ളവരും അധികാരികളാകട്ടെ എന്നൊരു ചിന്ത. അതിൽ ആത്മപകർച്ചയുണ്ടായി. തൻ്റെ ആത്മാവിൻ്റെ പകർച്ച മറ്റുള്ളവരിലേക്കും കടന്നു ചെന്നു. നമ്മുടെ ജീവിതങ്ങളിലും നാമും നിസ്വാർത്ഥരായി ദൈവസന്നിധിയിൽ ദുരാഗ്രഹമില്ലാതെ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുന്നവരായിരിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇടയൻ ഗോസ്പൽ മിനിസ്ട്രീസിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, നല്ല ദൈവമേ, അടിയങ്ങൾക്ക് അങ്ങ് തന്ന നല്ല ചിന്തകൾക്കായി നന്ദി കർത്താവേ. നിസ്വാർത്ഥരായി സ്തോത്രത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എല്ലാ ആവശ്യങ്ങളെയും അറിയിക്കുവാൻ, അടിയങ്ങളുടെ പരാതികളാകട്ടെ, അടിയങ്ങളുടെ തൃപ്തിയില്ലാത്ത അവസ്ഥകളാകട്ടെ, എല്ലാം സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുവാൻ, ദുരാഗ്രഹങ്ങളെല്ലാം വിട്ട് ദൈവസന്നിധിയിൽ നിസ്വാർത്ഥരായി ജീവിക്കുവാൻ, നന്ദിയോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹിതരെ, ഇന്നത്തെ വചന സന്ദേശവും ശുശ്രൂഷകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നാം കേട്ടതുപോലെ നാം ആഗ്രഹിക്കുന്ന പല വിഷയങ്ങളും നടക്കാതെ പോകുമ്പോൾ നാം ദൈവത്തെ പരാതി പറയാറുണ്ട്. എന്നാൽ ദൈവഹിതപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം നാം ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ദൈവം നമുക്ക് നിവൃത്തിയായി നൽകും എന്ന് വിശ്വസിക്കണം. ദൈവഹിതമല്ലാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം അത് തിരിച്ചറിഞ്ഞ് ദൈവ ഇഷ്ടം എന്താണെന്ന് ദൈവ നിയോഗപ്രകാരം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ലോകത്തിന്റെ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയും രോഗത്തോട് ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹത്തോടെ കൂടെയായിരിക്കുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ പൂർണ്ണമാക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു. ഇന്നുമെന്നും അവൻ നമ്മെ നടത്തുന്നു, ഇന്നുമെന്നും അവൻ നമ്മെ കരുതുന്നു. അവന്റെ നാമം ഉയർത്തിടാം, അവന്റെ മഹിമ പുകഴ്ത്തിടാം. അവന്റെ നാമം ഉയർത്തിടാം, അവന്റെ മഹിമ പുകഴ്ത്തിടാം.